സുവിശേഷവീഥി. ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ഈ സുവിശേഷ വീഥിയിലേക്ക് എല്ലാവർക്കും ആദരവോടുകൂടി സ്നേഹവന്ദനം. വീണ്ടും ഒരുമിച്ച് ഇപ്രകാരം ആയിരിക്കാനായിട്ട് നമ്മളോട് ദൈവം കരുണ ചെയ്തുവല്ലോ. ദൈവത്തെ മഹത്വപ്പെടുത്താം. വളരെ പ്രസിദ്ധനായ ഗുരുവിനെ അന്വേഷിച്ച് അയാൾ എത്തിയത് തന്നെ കൂടി ശിഷ്യ സമൂഹത്തിൽ ചേർക്കണമെന്നുള്ള ആവശ്യം പറഞ്ഞായിരുന്നു. ഗുരുവിന് കുറച്ചേറെ കൗതുകമായി. എന്താണ് അങ്ങനെ ഒരു ആഗ്രഹമൊക്കെ തോന്നാനായിട്ട്? അങ്ങയെക്കുറിച്ച് ഏറെ ഞാൻ കേട്ടിരിക്കുന്നു, അങ്ങയെക്കുറിച്ച് ഏറെ ഞാൻ അറിഞ്ഞിരിക്കുന്നു. അങ്ങയോട് എനിക്ക് ഭയങ്കര ആരാധനയും ഭക്തിയുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ശിഷ്യ സമൂഹത്തിൽ എന്നെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തണം. എന്തായാലും ഗുരുവിൻ്റെ മറുപടി കുറച്ച് വിചിത്രമായിരുന്നു. ഗുരു പറയുകയാണ്, എന്നോടുള്ള ഭക്തിയോ എന്നോടുള്ള ആരാധനയോ ഒന്നുമല്ല ശിഷ്യനാകാനായിട്ടുള്ള നമ്മൾ ഓരോരുത്തരുടെയും യോഗ്യത എന്ന് പറയുന്നത്. ശിഷ്യനാവണമെങ്കിൽ നീ എൻ്റെ വിദ്യാർത്ഥിയാവണം, നീ എന്നിൽ നിന്ന് പഠിക്കണം. ഒടുവിൽ ഞാൻ ആരാണെന്ന്, എൻ്റെ മൂല്യങ്ങൾ എന്താണെന്ന്, ഞാൻ കൈമാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ എന്താണ്, ഇതെല്ലാം നീ അറിയണം. അതിനുശേഷം നീ നിൻ്റെ വിവേചന അധികാരം ഉപയോഗിച്ച്, ആ വിവേകശേഷി ഉപയോഗിച്ച് തീരുമാനിക്കണം എൻ്റെ ശിഷ്യനാവണോ വേണ്ടിയെന്ന്. പറഞ്ഞു വരുന്നത്, ഒരു ഗുരുവിൻ്റെ ശിഷ്യനായി മാറുക എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സ് തന്നെയാണ്. എളുപ്പത്തിൽ ആർക്കും സാധിച്ചെടുക്കാവുന്ന ഒന്നല്ല. നമ്മളിങ്ങനെ തലമുറ കൈമാറി വന്ന ഒരു ധാരണയോ തോന്നലോ അല്ലെങ്കിൽ യാഥാർത്ഥ്യമോ എന്തോ, ക്രിസ്തുവിൻ്റെ അനുയായിയാണ് ഞാനെന്നൊരു തോന്നലിലാവാം, ധാരണയിലാവാം, ഉറപ്പിലാവാം. പക്ഷേ അതിനനുസരിച്ച് എന്ത് യോഗ്യതയുണ്ട് ഇങ്ങനെയൊരു ശിഷ്യനാവാനായിട്ട്? ഈ ഗുരുവിനെ എന്തുമാത്രം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്? അതൊരു വലിയ അന്വേഷണം തന്നെയാണ്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ക്രിസ്തുയേശു തന്നെ ഇതിനൊരു തുടക്കമിടുന്നുണ്ട്. യാത്രയായിരുന്നു. ആ നടപ്പ് യാത്രയിൽ എന്തോ ഒരു പ്രേരണ കൊണ്ടാണ് യേശു ചോദിക്കുകയാണ്, എന്നെക്കുറിച്ച് ഈ ദേശത്ത് ആളുകളൊക്കെ എന്താ പറയുന്നത്? എല്ലാവർക്കും ഉണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെയൊന്ന് അറിയാനായിട്ടൊരു വല്ലാത്തൊരു ആകാംക്ഷയോ വ്യഗ്രതയൊക്കെ. എന്നെക്കുറിച്ച് എല്ലാവരും നല്ലത് തന്നെയല്ലേ പറയുന്നത്? നല്ലത് കേൾക്കാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ആരാണ് നല്ലതല്ലാത്തത് കേൾക്കാനായിട്ട് ആഗ്രഹിക്കുക? യേശുവും ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, എന്നെക്കുറിച്ച് പൊതുവെ എല്ലാവരും എന്താണ് പറയുക? ഇങ്ങനെയൊരു ചോദ്യം യേശുവിൽ നിന്ന് ഏതാണ്ട് എപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നോ അവൻ്റെ ശിഷ്യർ? അവരിങ്ങനെ കോറസായിട്ടാണ് മറുപടി പറയുക, ഒരുമിച്ചാണ്, ഒരു കൂട്ട മറുപടിയായിരുന്നു. എന്താണ് അവർ പറഞ്ഞ മറുപടി? അതാണ് വളരെ രസകരമായ കാര്യം, വളരെ വിചിത്രമായ കാര്യം. അവർക്കൊരു ഉത്തരമായിരുന്നില്ല. നാട്ടുകാരുടെ, സമൂഹത്തിൻ്റെ, ചുറ്റിലുമുള്ള ആളുകളുടെയൊക്കെ യേശു അറിവ്, യേശുവിനെക്കുറിച്ചുള്ള ധാരണ എന്താണെന്നായിരുന്നല്ലോ സത്യത്തിൽ ആ ചോദ്യത്തിൻ്റെ കാതൽ. എന്നെക്കുറിച്ച് എല്ലാവരും എന്താണ് പറയുന്നത്? അപ്പോഴാണ് ശിഷ്യരിങ്ങനെ ഒരുമിച്ച് പറയുന്നത്, നിന്നെക്കുറിച്ച് കുറച്ചാളുകൾ യോഹന്നാൻ മാബ്ദാനയാണെന്ന് പറയുന്നുണ്ട്, സ്നാപക യോഹന്നാനാണെന്ന് പറയുന്നുണ്ടത്രേ കുറച്ചാളുകൾ. രണ്ടാമത്തെ ഉത്തരം കുറച്ചുകൂടി വിചിത്രമാണ്, നിന്നെക്കുറിച്ച് ഏലിയ പ്രവാചകനാണെന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. മൂന്നാമതും ഉണ്ടത്രേ ചില പുത്തൻ കണ്ടെത്തലുകൾ, ഇരമ്യ പ്രവാചകനാണെന്ന് പറയുന്നു. ഇനി ഇതിലൊന്നും പെടാത്ത ഒരു കൂട്ടരുണ്ട്, അവർ നിന്നെക്കുറിച്ച് പ്രവാചകന്മാരിൽ ഏതോ ഒരുവൻ എന്നും പറയുന്നുണ്ട്. പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല. ഇതാണ് ആ സമൂഹത്തിൻ്റെ, യേശുവിൻ്റെ ചുറ്റിലുമുണ്ടായിരുന്ന സമൂഹത്തിൻ്റെ യേശുധാരണ. യേശുവിനെക്കുറിച്ച് അവർ സ്വരൂപിച്ച, കണ്ടെത്തിയ, സൂക്ഷിച്ച അറിവ്. നമ്മളിതിങ്ങനെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ ആദ്യത്തെ ഉത്തരത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ, യോഹന്നാൻ മാബ്ദാന അല്ലെങ്കിൽ സ്നാപക യോഹന്നാൻ ഏതാണ്ട് വയസ്സ് മാത്രം യേശുവിനേക്കാൾ മുതിർന്ന മൂത്തയാളാണ്. ചാർച്ചക്കാരനാണ്, ഏലിശബായുടെ മകനാണ്. ഏതാണ്ട് നമ്മുടെ ഭാഷ കസിൻസ് എന്നൊക്കെ പറയുന്ന പോലെ ബന്ധുക്കളാണ്.
ഈ 6 മാസം പ്രായത്തിൽ കൂടിയ യോഹന്നാൻ മാബ്ദാന ശരിക്കും കൊല്ലപ്പെട്ടിട്ട് കുറച്ച് കാലങ്ങളേ ആയുള്ളൂ അല്ലേ? എന്നിട്ടും ആളുകൾ യേശുവിനെ കാണുമ്പോൾ യോഹന്നാൻ മാബ്ദാനയാണ്, സ്നാപക യോഹന്നാനാണെന്നൊക്കെ പറയാനായിട്ട് മുതിരുന്നു എന്നതാണ്. എന്നാൽ ഒരു കൂട്ടം ആളുകൾ അങ്ങനെ യേശുവിനെ വായിച്ചിട്ടുണ്ട്, റീഡ് ചെയ്യുന്നുണ്ട്. ഇവനാ ജോൺ ദ ബാപ്റ്റിസ്റ്റ് അല്ലേ, യോഹന്നാൻ മാബ്ദാനയാണ്. അതിൻ്റെ ഏറ്റവും രസകരമായ അർത്ഥം ഈ യോഹന്നാൻ മാബ്ദാനെ പോലും ആ ജനം അറിഞ്ഞില്ല എന്നുള്ളതാണ്. യോഹന്നാൻ മാബ്ദാനെ എന്തെങ്കിലുമൊക്കെ ധാരണ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് യേശുവാണെന്നവർ പറയുമോ? ശിരസ് തല ഛേദിക്കപ്പെട്ട് കൊല്ലപ്പെട്ടയാളാണ്, അതും രാജാവിനാൽ, ഭരണാധികാരിയായാൽ. അതാരാണ് അറിയാത്തത് ആ ദേശത്ത്? എന്നിട്ട് ഇവരെന്താ ഇങ്ങനെയൊക്കെ മറുപടി പറയുന്നത്? വളരെ പെരിഫറലായ, വളരെ പുറമേയുള്ള ധാരണയും അറിവും മാത്രമേ ഉള്ളൂ ഏത് കാര്യത്തിനകത്തും. നമുക്ക് ആലോചിച്ച് നോക്കി, ഏത് കാര്യത്തിനകത്തും അത്രയൊക്കെ മതിയോ? കുറേ കൂടി ഒരു ഹൃദയ അടുപ്പം ഒന്നിനോടും നമുക്ക് തോന്നാത്ത എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ പാട്ടുകളൊക്കെ ശ്രദ്ധിച്ച്, പ്രത്യേകിച്ച് ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഇതുതന്നെയാണ്. എങ്ങും തൊടാതെ, തൊലിപ്പുറത്ത് പോലും തൊടാതെ കടന്നു പോവുകയാണ്. എന്നാൽ വർഷങ്ങൾക്ക് പഴക്കമുള്ളത് ഇപ്പോഴും വല്ലപ്പോഴും കേൾക്കുമ്പോൾ നമ്മളൊന്ന് ഒന്നും കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് മനുഷ്യജീവിതത്തിലെ എല്ലാ ഇടപാടുകളും ഒട്ടും ആഴമില്ലാത്ത, ആത്മാർത്ഥതയില്ലാത്ത, പുറമേ മാത്രം നമ്മളിങ്ങനെ പ്രകടിപ്പിക്കുന്നതായി മാറിക്കഴിഞ്ഞു. എന്തായാലും ആ സമൂഹം, അല്ലെങ്കിൽ ആ സമൂഹത്തിലെ കുറച്ചാളുകളെങ്കിലും യോഹന്നാൻ മാബ്ദാനെ പോലും വേണ്ട വിധത്തിലൊന്നും മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് അല്ലേ? യോഹന്നാൻ മാബ്ദാന എന്ത് സന്ദേശമാണ് ഭൂമിക്ക് കൈമാറിയത്? ആ വരുവാനുള്ളവന് പാതയൊരുക്കുവാൻ, വഴിയൊരുക്കുവാൻ വന്നവനാണ്. അതുകൊണ്ട് കുന്നുകളൊക്കെ നിരപ്പാവണം, താഴ്വരകളൊക്കെ ഉയർത്തപ്പെടണമെന്നൊക്കെ പറഞ്ഞു. ഒരു സമതലമായ അനുഭവം ഉണ്ടാക്കാനായിട്ട് ആഗ്രഹിച്ച ഒരാളാണ്. യോഹന്നാൻ മാബ്ദാനെയും നമ്മൾ മനസ്സിലാക്കിയേ മതിയാവൂ യേശുവിലെത്താനായിട്ട്. രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം, അന്യായമായി ആരും ഒന്നും സമ്പാദിക്കരുത്, അർഹതപ്പെട്ടതിലപ്പുറത്ത് നേടരുത്, എല്ലാം ഒന്ന് പങ്കിടണമെന്നൊക്കെ വളരെ കാര്യമായിട്ട് പറഞ്ഞതാണ്. അതും കുറച്ചുകൂടി പഴയ നിയമത്തിലെ ദാനധർമ്മങ്ങളെ തിരുത്തുകയോ പൊളിച്ചടുക്കുകയൊക്കെയായിരുന്നു. 10 അല്ലെങ്കിൽ ദശാംശം എന്ന് പറയുന്ന ആ പഴയ നിയമ പശ്ചാത്തലത്തിൽ നിന്ന് യോഹന്നാൻ മാബ്ദാൻ ഇവിടെ 2 എത്തുകയാണ് അല്ലേ? പാതി നൽകാനായിട്ട് നീ തയ്യാറാവണമെന്നൊക്കെ പറയുക. 2 ഉടുപ്പുള്ളവൻ അതിലൊന്നില്ലാത്തവന് കൊടുക്കട്ടെ എന്ന് പറയുമ്പോൾ പാതിയാണ് ദാനം ചെയ്യാൻ പറയുക. അങ്ങനെ അതുവരെയുള്ള മതസങ്കല്പത്തെയും സാമൂഹ്യ ജീവിതത്തെയും ഒക്കെ കാര്യമായിട്ടൊന്ന് തിരുത്തിയ ആളാണ് യോഹന്നാൻ മാബ്ദാൻ. അതുകൊണ്ടാണല്ലോ ആ ഭരണാധികാരിയുടെ നേർക്ക് പോലും തൻ്റെ നിലപാടിൽ വെള്ളം ചേർക്കാതെ ശക്തമായിട്ട് എതിർത്ത് നിന്നത്. അതുകൊണ്ടാണല്ലോ ശിരസ് ഛേദിക്കപ്പെട്ട ഒരു ക്രൂരമായ അവസാനം, മരണം അദ്ദേഹത്തെ കാത്തിരുന്നതൊക്കെ. തല പോവുകയാണല്ലോ ഇങ്ങനെയുള്ളവരുടെ ഒരു പരിധി വരെയുള്ള വിധിയും വരെയൊക്കെ. യോഹന്നാൻ മാബ്ദാനെയും മനസ്സിലാക്കാതെ പോകുന്നു. വരുവാനുള്ളവൻ അവൻ വളരണം, ഞാനോ കുറയണമെന്നൊക്കെ ആഗ്രഹിച്ച, അങ്ങനെ നിശ്ചയിച്ചുറപ്പിച്ച യോഹന്നാൻ മാബ്ദാന. അതുകൊണ്ടാണ് കൃത്യമായി യേശു വരുന്നതോടുകൂടി സ്വയം ഒന്ന് പുറകോട്ട് മാറി തിരശ്ശീലേക്ക് പിന്നിൽ അണിയറയിലേക്ക് മാറുകയാണ്. എൻ്റെ ഉത്തരവാദിത്വമൊക്കെ കഴിഞ്ഞു, അവന് പാതയൊരുക്കുവാൻ പാകത്തിന് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്തു. അത് ഏതാണ്ട് താഴ്വരകളെയൊക്കെ നിരപ്പാക്കുന്നു, ആ പർവ്വതങ്ങളെയൊക്കെ ഇടിച്ച് അതും ഒരു സമഭൂമിയാക്കുന്നു. അങ്ങനെ യോഹന്നാൻ മാബ്ദാന കടന്നു പോകുന്നു. ആ വഴിക്കാണ് യേശു നടന്നു വരുന്നത്. ഈ യോഹന്നാൻ്റെ ശിഷ്യന്മാരെയാണ് യേശു കൂടെ കൂട്ടിയതും കേട്ടോ. യേശുവിനൊപ്പമുള്ള ഭൂരിപക്ഷം പേരും യോഹന്നാൻ്റെ ശിഷ്യന്മാരാണ്. അവർക്ക് കാര്യം അറിയാം, തങ്ങളുടെ ഗുരുവിനെക്കുറിച്ച് ആളുകൾ എന്തെല്ലാമാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഓർത്തു നോക്കി, യേശു എന്ന തങ്ങളുടെ ഇപ്പോഴത്തെ ഗുരുവിനെക്കുറിച്ച് ഈ സമൂഹത്തിലെ ആളുകൾ എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് വിചാരിച്ചു വച്ചിരിക്കുന്നതെന്ന് ഇവർക്കറിയാം. ഇതൊന്ന് തിരുത്തി കൊടുക്കാൻ പോലും ഇവർ ശ്രമിക്കുന്നില്ല, ഇവർക്കാവുന്നില്ല. യേശുവിനെ മറ്റൊരു കൂട്ടർ കണ്ടത് ഏലിയാവ് പ്രവാചകനായിട്ടാണ്. പഴയ നിയമത്തിലെ തീഷ്ണവാനായ ഒരു തീവ്രവാദിയായ പ്രവാചകൻ.
ദൈവത്തോടുള്ള സ്നേഹത്തിൽ, വിശ്വാസത്തിൽ അത്രത്തോളം പർവ്വതം പോലെ വളർന്നൊരുവൻ. അയാളെയാണ് കണ്ടത്. ഏലിയാവിൻ്റെ ഒരു പുനരാഗമനമെന്നോ അവതരണമെന്നൊക്കെ ഒരുപക്ഷെ കരുതിയിട്ടുണ്ടാവും. അങ്ങനെ യേശുവിനെ ഏലിയാവായിട്ട് കാണുകയാണ്. ഇനി മറ്റൊരു കൂട്ടരാവട്ടെ അവർക്കിടയിൽ ഏറെ സ്വാധീനം ചെലുത്തിയ ഒടുവിൽ കൊല്ലപ്പെട്ട ഇരമ്യാവ് പ്രവാചകനായിട്ടും ആരൊക്കെ യേശുവിനെ അറിയുന്നുണ്ട്. വേറൊരു കൂട്ടം ജനത ഏതോ ഒരു പ്രവാചകനാണ് എന്ന് മാത്രം ധരിച്ചു വെക്കുന്നു. എത്ര വികലമായ, വികൃതമായ, എത്ര അപൂർണമായ ധാരണകളും അറിവുകളുമാണ് അവർ ഗുരുവിനെക്കുറിച്ച് കണ്ടെത്തുന്നത്. പിന്നെ എങ്ങനെയാണ് ഗുരുവിൻ്റെ ശിഷ്യനാകാനായിട്ട് ഇവർക്കൊക്കെ പറ്റുക? ഇവർക്കൊക്കെ എങ്ങനെയാണ് ഒരു ഭക്തി ഉണ്ടാവുക, ഒരു ആദരവും ആരാധനയുമൊക്കെ ഉണ്ടാവുക? അങ്ങനെ ഇവരെയൊക്കെ നമ്മളിങ്ങനെ അവരവരുടെ പോരായ്മകളൊക്കെ അവരവരുടെ തന്നെ പ്രതികരണത്തിലൂടെ തിരിച്ചറിഞ്ഞ് നമ്മൾ അവരെ വിലയിരുത്തുകയും അവരുടെ കുറവുകളെയൊക്കെ ഓർക്കുകയും ചെയ്യുമ്പോൾ ഇതേ കാര്യം നമുക്കും ബാധകമാണെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. യേശുവിൻ്റെ ഭക്തരും ആരാധകരുമൊക്കെയായി നമ്മളിപ്പോഴും ഈ ഭൂമിയിൽ വളരെ മിടുക്കന്മാരായി ജീവിക്കുമ്പോൾ എന്തുമാത്രം യേശു മൂല്യങ്ങളെക്കുറിച്ച് ധാരണയുണ്ട്. നിസ്സാരമല്ല ആ ഒരു അന്വേഷണം. കുറച്ചു കാലം നമ്മൾ എവിടെ വസിക്കുന്നുവോ, ആരോടൊത്ത് പാർക്കുന്നുവോ, തീർച്ചയായും അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടേണ്ടതില്ലേ? അതുകൊണ്ടാണല്ലോ നമ്മുടെ മലയാള ഭാഷയിൽ, നാട്ടുഭാഷയിൽ പറയും, മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിന് പോലും ഉണ്ടാവില്ലേ ഒരു ചെറിയ സൗരഭ്യം. അങ്ങനെയാണ് ഇത്ര കാലം ക്രിസ്തുവിനോട് ചേർന്ന് ആയിരുന്നിട്ട് അവിടുന്ന് നമുക്കെന്താണ് പകർത്തിയെടുക്കാനായിട്ട് പറ്റിയത്? സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനയുടെ ഏതാണ്ടൊരു ഭാഗം കഴിയുമ്പോൾ തുബ്ദേനികൾ എന്നുള്ള ഒരു തലക്കെട്ടിൽ, അത് മധ്യസ്ഥ പ്രാർത്ഥനകളാണ്. അങ്ങനെ ആ പ്രാർത്ഥനയിൽ 5-ാമത്തെ തുബ്ദേൻ കുറച്ച് ദീർഘമായതൊന്നാണ്. അതിനകത്ത് നമുക്ക് പറയാൻ പോലും പ്രയാസമുള്ള കുറേ പൂർവ്വപിതാക്കന്മാരുടെ പേരുകൾ ഓർക്കുന്നുണ്ട്. വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കുമൊക്കെ നല്ല മടുപ്പാവാനാണ് സാധ്യത. പിന്നെ വിശുദ്ധ കുർബാനയിൽ ഇരുന്ന് വിശ്രമിക്കാൻ കിട്ടുന്നൊരു അവസരമായതുകൊണ്ടും ദീർഘമായ ചില പ്രാർത്ഥനകൾ അങ്ങനെ വരുന്നത് ആശ്വാസമായതുകൊണ്ടും നന്നായിട്ട് മയങ്ങുന്നുമുണ്ട് പലരും. ഈ പിതാക്കന്മാരുടെ പേരുകളൊക്കെ നമ്മൾ പറയുന്നതിന് പിന്നിലെ യുക്തി എന്താണ്? അതിനകത്തൊരു ലോജിക്ക് ഉണ്ടാവണം. അവിടെ ഒരു ചെറിയ വാക്കുകൾ നമ്മളിങ്ങനെ വായിച്ചു കേൾക്കുന്നു. ദൈവത്തെ ധരിച്ചവരായ. താഴെ പറയുന്ന പിതാക്കന്മാരുടെ പ്രത്യേകതകളാണ് പറയുന്നത്. ദൈവത്തെ ധരിച്ചവരായ. ആ ദൈവത്തെ ധരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനുശേഷം ഈ പിതാക്കന്മാരെ അല്ല ഇവരെ നോക്കുന്ന ഒരാൾ കാണുന്നത്, മറിച്ച് യേശുവിനെയാണ് കാണുന്നത്. അത്രത്തോളം അവനവനില്ലാതാകുകയും യേശു അവനവനിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു ജീവിത അനുഭവമാണ്. അതുകൊണ്ടാണ് ഈ പിതാക്കന്മാരെ പ്രത്യേകമായി ഇങ്ങനെ പരാമർശിക്കുന്നത്, ദൈവത്തെ ധരിച്ചവരായ. നിസ്സാരമല്ല കേട്ടോ, ദൈവത്തെ ധരിച്ചവരായ. അപ്പോൾ അപ്രകാരമായി മാറാനായിട്ട് ക്രിസ്തു ശിഷ്യർക്ക് സാധിക്കേണ്ടതാണ്. എവിടെയാണ് അതിനൊരു പോരായ്മ വരുന്നത്? അങ്ങനെ ദൈവത്തിൻ്റെ ആ ഒരു ഛായയിലും സാദൃശ്യത്തിലുമൊക്കെ രൂപപ്പെട്ട നമ്മൾ എപ്പോഴൊക്കെ അതൊക്കെ നഷ്ടപ്പെടുത്തി, എങ്ങനെയൊക്കെ ഇങ്ങനെയായി. ഇവിടെ നിന്നൊരു മടക്കത്തിന് വേണ്ടിയാണ് ക്രിസ്തുയേശു വന്നതും പരിശ്രമിച്ചതുമൊക്കെ. എങ്ങനെ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയ മനുഷ്യനെ തിരികെ ദൈവത്തിങ്കിലേക്ക് എത്തിക്കാനായിട്ട് ദൈവം തന്നെ മനുഷ്യനെ നമുക്കിടയിൽ വസിച്ചു. അതാണല്ലോ മനുഷ്യാവതാരം. അതിനെ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തു നാമം പേറി ഇങ്ങനെ വെറുതെ ജീവിച്ചാൽ പോരാ. ആ ക്രിസ്തു മൂല്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഉൾക്കൊണ്ട് അതിനകത്ത് ജീവിപ്പാനായിട്ട് വലിയ ബാധ്യതയുള്ളവരാണ്. വലിയ ബാധ്യത. ചെറിയ വില കൊടുത്തല്ല ഇത് നിലനിർത്തേണ്ടത്, ഇതിന് വലിയ വില തന്നെ കൊടുത്ത് ഇതിനകത്ത് സ്ഥിരപ്പെടേണ്ടതാണ്. അങ്ങനെ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. യേശുവിൻ്റെ ചോദ്യം കൊള്ളായിരുന്നല്ലേ, എന്നെക്കുറിച്ച് പൊതുവെ എല്ലാവരും എന്താ പറയുന്നത്? സഭയുടെ ഒരു ആരാധനാകാലമൊക്കെ ആരംഭിക്കുന്നത് ഇങ്ങനെ ഒക്ടോബർ മാസം ഒടുവിലോ നവംബർ മാസം ആദ്യമൊക്കെ ആയിരിക്കും. കൂദോശീത്വം എന്നൊക്കെ നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. സഭയുടെ ശുദ്ധീകരണം, അത്രയേ ഉള്ളൂ. ഇത് ഓരോ വിശ്വാസിയിലും സംഭവിക്കേണ്ടതാണ്. സഭയുടെ ശുദ്ധീകരണം. തുടർന്ന് വരുന്ന ഞായറാഴ്ചയാവട്ടെ ഹൂദോസീത്വം എന്നൊക്കെ പറയും. അത് സഭയുടെ പുനഃപ്രതിഷ്ഠ എന്നാണ്. അതൊരു റീസ്റ്റാർട്ടിംഗ് ആണ്. പിന്നീടാണ് ക്രിസ്തുമസിൻ്റേതായ ആ അനുഭവത്തിലേക്കുള്ള ഓരോ ഞായറാഴ്ചകളും ആരംഭിക്കുന്നത്.
സഭയുടെ ക്രമീകരണം വളരെ കൃത്യമാണ്. നമ്മളതിനെ ഉൾക്കൊണ്ടാൽ മതി. അപ്പോൾ ഓരോ മനുഷ്യനും മനസ്സിലാക്കണം, ഒരു ശുദ്ധീകരണം കൊണ്ടാണ് വീണ്ടും ഒന്ന് ആരംഭിക്കാനായിട്ട് ശ്രമിക്കുന്നത്. സഭയുടെ ശുദ്ധീകരണം എന്നൊക്കെ പൊതുവേ പറയുമ്പോൾ പറയാൻ എളുപ്പമാണ്, കേൾക്കാനൊരു ഭംഗിയൊക്കെയുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രായോഗിക തലമെന്താ? സഭയുടെ ശുദ്ധീകരണം എന്നൊക്കെ പറഞ്ഞാൽ ആരെവിടെയാണ് ഇത്തിരി വെള്ളം തളിച്ച് ഒന്നുകൂടി ഒന്ന് തൂത്തുടച്ച് വെക്കേണ്ടത് ആരെയാണ്? അവിടെ ഒരു സംശയമുണ്ടല്ലേ. സഭയെന്ന് പറയുന്നത് തന്നെ കാണപ്പെടാത്തതും കൂടിയാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോ മനുഷ്യരും, വിശ്വാസികളും മക്കളുമാണ് അതിൻ്റെ ഏറ്റവും ബേസിക് യൂണിറ്റ്. ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് ഞാനാണ്. ഞാനാകുന്ന ഒരു ചെറിയ ഇഷ്ടിക, എന്നെപ്പോലെ മറ്റൊരാളാകുന്ന മറ്റൊരു ഇഷ്ടിക, ഇതെല്ലാം കൂടെ ചേർന്നല്ലേ സഭയെന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ഷൻ പൂർത്തിയാവുന്നത്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ഏതോ ഒരു കെട്ടിടം കണ്ടിട്ടാണ് സഭയെന്ന് പറയുന്നത്. വലിയൊരു അബദ്ധം അതിനകത്തുണ്ട്. അതുകൊണ്ട് സഭയെന്ന് പറയുന്നതിനകത്ത് ഏറ്റവും ചെറിയ യൂണിറ്റ്, അതിൻ്റെ അടിസ്ഥാന യൂണിറ്റ് ഞാനും കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞാൽ സഭയുടെ ശുദ്ധീകരണത്തിനൊരു ദിവസം പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് അവനവൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയാണ്. ഈ ഒരു ശുദ്ധീകരണ ദിവസം, അതായത് കൂദോശീത്തോ എന്നൊക്കെ പറയുന്ന ദിവസം വായിക്കപ്പെടാനായിട്ട് പിതാക്കന്മാർ ക്രമീകരിക്കുന്ന ഒരു വേദഭാഗം കൂടിയാണ് നമ്മൾ ഇന്ന് ഈ ചിന്തയ്ക്കെടുത്തിരിക്കുന്നത്. വിശുദ്ധനായ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16-ാം അധ്യായം. എന്നെക്കുറിച്ച് പൊതുവെ എല്ലാവരും എന്താ പറയുക? യേശുവിൻ്റെ ചോദ്യത്തിന് വളരെ കാലിക പ്രസക്തമായൊരു ചോദ്യമാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട് കേട്ടോ, അവനവനെക്കുറിച്ചൊക്കെ മറ്റുള്ളവർ എന്താണ് പറയുന്നതും അവനവനെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് ധരിച്ചിരിക്കുന്നതും ആ ധാരണ കുറച്ചും കൂടി ഭംഗിയുള്ളതാക്കാൻ ചിലതെങ്കിലും നല്ലതൊക്കെ ചിലർ പറയാനായിട്ട് നമ്മളും കുറച്ചൊക്കെ പാടുപെടുന്നുണ്ട് കേട്ടോ. ശരിയാണ്. എന്തായാലും കൃത്യമായ പൾസ് ശിഷ്യന്മാർ മനസ്സിലാക്കിയിരുന്നു തങ്ങളുടെ ഗുരുവിനെക്കുറിച്ച്, ഇപ്പോഴത്തെ തങ്ങളുടെ ഗുരുവിനെക്കുറിച്ച്. ഇപ്പോൾ തങ്ങൾ ആരോടൊപ്പമാണോ ജീവിക്കുന്നത്, ആർക്കാണ് ശിഷ്യപ്പെട്ടിരിക്കുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് ആ ശിഷ്യന്മാർ കാര്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. ആണ് പറയുന്നത്, ചിലർ നിന്നെ യോഹന്നാൻ മാബ്ദാന, ചിലർ നിന്നെ ഏലിയാവ് പ്രവാചകൻ, ഇരമ്യ പ്രവാചകൻ, ഏതോ ഒരു പ്രവാചകൻ തന്നെ പല ശ്രേണിയിൽ പല വിധത്തിൽ ആ ഗ്രേഡ് കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ മനസ്സിലാക്കുന്നു. ഇതൊന്നും ആയിരുന്നില്ല യേശുവിൻ്റെ ഉദ്ദേശം. യേശുവിൻ്റെ ഉദ്ദേശം പതിയെ പുറത്ത് വരാൻ പോകുന്നതേ ഉള്ളൂ. യേശു ഇതെല്ലാം കേട്ടിട്ട് ശരിക്കും ഒന്ന് ചിരിച്ചിട്ടുണ്ടാവും. കാരണം ഇതാ 6 മാസം തന്നേക്കാൾ മൂത്ത, കുറച്ച് നാൾ വരെ ഈ ഭൂമിയിൽ ജീവിച്ച, ഇപ്പോഴങ്ങോട്ട് കൊല്ലപ്പെട്ട യോഹന്നാനാന്ന് പോലും തന്നെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ബോധമില്ലായ്മ ഓർത്ത് പുള്ളി ശരിക്കും സങ്കടപ്പെട്ടിട്ടുണ്ടാവും. ഒന്നും അറിയുന്നില്ല, ഒന്നും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുമില്ല, അല്ലേ? അവനവനെക്കുറിച്ചും ധാരണയില്ല, ഒപ്പമുള്ളവരെക്കുറിച്ചും ധാരണയില്ല, ജീവിക്കുന്ന ഭൂമിയെക്കുറിച്ചും ധാരണയില്ല. അതുകൊണ്ടാണ് ഒരു സെൻ ഗുരു ഇങ്ങനെ പറയുന്നുണ്ട് തൻ്റെ ആശ്രമത്തിൽ, നിങ്ങളുടെ ഉടുപ്പുകൾക്ക് 2 കീശയുണ്ടാവണം, 2 പോക്കറ്റുകളുണ്ടാവണം. അപ്പോൾ ശിഷ്യന്മാർ വല്ലാത്തൊരു കൗതുകത്തോട് ചോദിക്കും, എന്തിനാണ് പോക്കറ്റ്? അങ്ങയുടെ ഉടുപ്പിന് അങ്ങനെ ഒരു പോക്കറ്റ് ഇല്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഉടുപ്പിന് തീർച്ചയായിട്ടും 2 പോക്കറ്റ് ഉണ്ടാവണം. എന്നിട്ടോ ഒരു പോക്കറ്റിനകത്ത് നിങ്ങളിങ്ങനെ എഴുതിയിടണം ഒരു കടലാസിൽ, ഞാനാണ് ഈ ലോകത്തിൻ്റെ അധിപൻ, ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതും ഇതിനെ കീഴ്പ്പെടുത്തി ഭരിക്കുന്നതുമൊക്കെ ഞാനാണ്. മറ്റേ പോക്കറ്റിനകത്ത് എഴുതിയിടണം, ഞാൻ വെറും മണ്ണാണ്, ഒടുവിൽ മണ്ണായി തീരേണ്ടതാണ്. അപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, എന്താണ് ഇതിൻ്റെ അർത്ഥം? ആദ്യത്തെ എടുത്തു കഴിഞ്ഞാൽ ചില മനുഷ്യരങ്ങനെയല്ലേ, എല്ലാവരെയും കീഴടക്കി എല്ലാവർക്കും മീതെ വലിയ ഭരണാധികാരിയായി ഇങ്ങനെ ലോകത്തെ പോലും താനാണ് നിയന്ത്രിക്കുന്നതെന്ന് കരുതി അങ്ങനെ വിശ്വസിച്ച് അങ്ങനെ അഹങ്കരിച്ച് ജീവിക്കുന്നില്ലേ? അലക്സാണ്ടർ ചക്രവർത്തി ലോകം മുഴുവൻ കീഴ്പ്പെടുത്തിയ മനുഷ്യനല്ലേ? ഏതാണ്ട് ഇതേ മനോഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കണം, അല്ലേ? നമുക്കിടയിലുമുണ്ട് ഇങ്ങനെ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്ന അത്രത്തോളം ക്രൂരരായ മനുഷ്യരൊക്കെ. അവരുടെ ധാരണ അവരാണ് ലോകത്തിൻ്റെ യജമാനന്മാരെന്നാണ്. ഇനി എപ്പോഴാണോ ഒരുവൻ അവനവനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്, 2ാമത്തെ കീശയിൽ എഴുതിയിട്ട കടലാസ് അവരെ സഹായിക്കും, വെറും മണ്ണാണ്. അങ്ങനെ അല്ല എന്ന് പറയാൻ പറ്റുമോ? സയൻറ്റിഫിക്കായിട്ടും അത് തെളിയുന്നുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞാൽ മണ്ണോട് ചേരാൻ പാകത്തിന് ഒരു കയ്യിൽ ഒതുങ്ങുന്നത്ര മണ്ണാണ് അത്രേ, കയ്യിൽ ഒതുങ്ങുന്നത്ര മണ്ണായി ചുരുങ്ങുന്നത്രേ. അവിടെയാണിങ്ങനെ ഉൽപ്പത്തിയുടെ ആരംഭത്തിൽ ദൈവം തൻ്റെ കൈകൊണ്ട് മണ്ണ് കുഴച്ചു എന്നൊക്കെ പറയുന്നിടത്ത്, മനുഷ്യനെ രൂപപ്പെടുത്തി എന്ന് വായിക്കുന്നിടത്ത്, ഒരു കൈകൊണ്ട് കുഴയ്ക്കാവുന്ന മണ്ണിൽ നിന്നാണല്ലോ ദൈവം ഇങ്ങനെ മനുഷ്യനെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഈ ശവസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് സുറിയാനി സഭയിലെ കാർമ്മികർ, പുരോഹിതർ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു പിടി മണ്ണ് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യ നീ മണ്ണായിരുന്നു, നീ മണ്ണിലേക്ക് തന്നെ മടങ്ങിച്ചേരും.
അതോടെ തീരുകയാണ്. ആ മണ്ണ് ദേഹത്തിട്ട് കുരിശാകൃതി ദേഹത്തിടുകയാണ്, ഒരു ആശീർവാദം പോലെ. ഏറ്റവും ഒടുവിൽ ഈ മണ്ണോട് ചേരി, ഈ പ്രാർത്ഥിച്ച മണ്ണോടുകൂടി നീ മണ്ണായി കൂടിച്ചേരട്ടെ, ഒരു വിശ്വാസവും പ്രത്യാശയും കൂടിയാണ്. അപ്പോൾ മനുഷ്യൻ വെറും മണ്ണാണെന്ന് കൂടി ഒന്ന് തിരിച്ചറിഞ്ഞാൽ അവൻ്റെ ആധിപത്യ യജമാനത്വ സ്വഭാവത്തിന്, മനസാക്ഷിയില്ലാത്ത ജീവിതത്തിനൊക്കെ മാറ്റം വരില്ലേ? അങ്ങനെയാണ് മനുഷ്യൻ പതിയെ അവനവനെ മനസ്സിലാക്കാൻ തുടങ്ങുക. ഈ അവനവനെ മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് നമുക്ക് ആരെയും മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെയും പോകുന്നത്. ആരെയെന്ന് വെച്ചാൽ മാതാപിതാക്കളായാലും ജീവിത പങ്കാളികളായാലും മക്കളായാലും ആരെയും നമുക്കും പിടുത്തം കിട്ടുന്നില്ല. ആർക്കും പിടുത്തം കിട്ടാത്ത വിധത്തിൽ നമ്മളും സാമർഥ്യത്തോടുകൂടി നമ്മളെ മറച്ച് കബളിപ്പിച്ച് ജീവിക്കുക. ഇവിടെയാണ് യേശുവിൻ്റെ രണ്ടാമത്തെ ചോദ്യം വരുന്നത്. ആട്ടെ, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി, നിങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് പറയുന്നത്? അതോടുകൂടി അതുവരെ കോറസായിട്ട് സമൂഹമായിട്ട് ഒരുമിച്ച് മറുപടികളൊക്കെ വിളിച്ച് ഉച്ചത്തിൽ പറഞ്ഞിരുന്ന ആ ആൾക്കൂട്ടം നിശബ്ദമായി. ആ 12 പേര് നിശബ്ദരായി. നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ പറയുക? അല്പനേരം കഴിയുമ്പോൾ പത്രോസിൻ്റെ ഒരു വളരെ മനോഹരമായ മറുപടിയുണ്ട്, ഒരു ക്ലാസ് മറുപടിയുണ്ട്. എന്താണ്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്. ഇതെങ്ങനെ ഈ പുള്ളിക്ക് പറയാൻ പറ്റുമെന്നറിയില്ല. ഇതെന്തായാലും ഈ പുള്ളി ഇത് പറഞ്ഞൊപ്പിച്ചു കഴിഞ്ഞപ്പോൾ യേശുവിന് നല്ലൊരു അനുമോദനമൊക്കെ ഉണ്ട്. നീ മിടുക്കനാണെന്നാണ് പറയുക, നീ ഭാഗ്യവാനാണ്. അപ്പോൾ പറയുന്നുണ്ട്, നീ ഇങ്ങനെ യോഹന്നാൻ്റെ പുത്രനായ ശമോനെ നീ ഭാഗ്യവാനാണ്. മാംസരക്തങ്ങളൊന്നുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, പിതാവൻ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് യേശു വലിയൊരു അംഗീകാരവും ആദരവും ഒക്കെ പത്രോസിന് കൊടുക്കുക. നീ ഇവരുടെ തലവനാവട്ടെ, നീ ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അതൊക്കെ മോചിക്കപ്പെടട്ടെ, ആരുടെ മോചിക്കാതിരിക്കുന്നു അത് അപ്രകാരമായിരിക്കട്ടെ. സ്വർഗം തുറക്കുവാനും അടയ്ക്കുവാനും ഒക്കെയുള്ള താക്കോലുകൾ, സ്വർഗനരകങ്ങളുടെ താക്കോലുകളൊക്കെ നീ ഏറ്റെടുത്തു. വലിയ സന്തോഷമായി കാണും പാവം പത്രോസിലൂടെ അതെല്ലാ ശിഷ്യന്മാർക്കും ബാധകമാവുക. ഭയങ്കര സന്തോഷത്തിലെല്ലാവരും. അതേ തുടർന്ന് യേശു പതിയെ തനിക്ക് സംഭവിപ്പാനിരിക്കുന്ന, തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന ആ പീഡനങ്ങളുടെയും സഹനങ്ങളുടെയും കഷ്ടാനുഭവത്തിൻ്റെയൊക്കെ കാര്യം പറയുക. ഏതാണ്ട് ശിഷ്യന്മാരുടെയൊക്കെ നേതാവായി മാറിയ, യേശു പോലും അംഗീകരിച്ച, ആശീർവാദം കൊടുത്ത, ഒരു സമ്മതപത്രം കൊടുത്ത പത്രോസ് അതോടുകൂടി നേതാവ് കളിക്കാൻ തുടങ്ങിയ. എന്തെങ്കിലും ഒന്ന് മിണ്ടിയിലെ മോശമല്ലേ? ഇങ്ങനെയാണ് പലരും പലപ്പോഴും പലയിടത്തും മിണ്ടുന്നത്. താൻ മിണ്ടാതിരുന്നാലും മോശമല്ലെന്ന് വിചാരിച്ച് അഭിപ്രായം കയറി പറയുന്നത് ഒരു ഹോംവർക്കും ഇല്ലാത്ത, ഗ്രഹപാഠവും ഇല്ലാത്തതാണ്. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച് വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷത്തിൽ 3 പ്രവചനങ്ങളുണ്ട്. യേശുവിൻ്റെ തന്നെ വരുവാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് 1-ാം പ്രവചനം, 2-ാം പ്രവചനം എന്ന രീതിയിൽ തന്നെ നമുക്കത് കണ്ടെത്താൻ പറ്റും. അതിലാദ്യത്തേത് ഇവിടെ നടക്കുക. അപ്പോഴാണ് പത്രോസ് യേശുവിൻ്റെ വഴിക്ക് കുറുകെ കയറി നിൽക്കുന്നത്. യേശു പോലും ചോദിച്ചിട്ടുണ്ടാവും, എന്താണ് നീ എന്നെ തടഞ്ഞത്? അപ്പോൾ യേശുവിനെ മാറ്റി വിളിച്ചുകൊണ്ട് പോയിട്ട് പത്രോസ് അവനെ ശാസിച്ചെന്നാണ് പറയുക. അങ്ങനെയൊന്നും നീ പറയരുത് കേട്ടോ, അങ്ങനെയൊന്നും നിനക്ക് സംഭവിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും? നാണം കെട്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ നേതാവിന്, ഞങ്ങളുടെ ഗുരുവിന് ഇത്രയും ദാരുണമായ ഒരു അന്ത്യമൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പരാജയപ്പെട്ടതില്ലല്ലേ? ഒരു വലിയ പരാജയത്തിലേക്കല്ല ഞങ്ങൾ എത്തുക. അതുകൊണ്ട് നിനക്കതൊന്നും സംഭവിച്ചുകൂടാ. നിൻ്റെ സർവ്വശക്തി എടുത്ത് നീ പോരാടണം. അങ്ങനെയൊന്നും സംഭവിച്ചുകൂടാ. അതോടുകൂടി യേശുവിൻ്റെ പ്രതികരണം കുറച്ചുകൊണ്ട് രൂക്ഷമാണ്. സാത്താനെ നിന്നെ വിട്ടുപോകാൻ പറയുക. നീ ചിന്തിക്കുന്നത് ദൈവികമല്ലെന്ന്, നീ ചിന്തിക്കുന്നത് വെറും മാനുഷികം മാത്രമാണെന്ന് പത്രോസിനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഓർത്തു നോക്കി, ഒരാൾ തൻ്റെ ദർശനം കൊണ്ടും തൻ്റെ സാക്ഷ്യം പറച്ചിലുകൊണ്ടും പർവ്വതത്തിൻ്റെ മുകളിലോളം ഉയരുന്നു. ഏതാണ്ട് ബമ്പർ ലോട്ടറി അടിക്കുക, ഒട്ടും പ്രതീക്ഷിക്കാത്ത ലോട്ടറി എടുപ്പിൻ്റെ ദിവസം എനിക്കോ നിങ്ങൾക്കോ എല്ലാ ലോട്ടറിയുടെ 1-ാം സമ്മാനം അടിക്കുക, അങ്ങനെ വാർത്ത കിട്ടുക. സത്യം പറഞ്ഞ് നമ്മൾ ലോട്ടറി എടുത്തിട്ടുമില്ല. ഇതെന്ത് സംഭവിച്ചെന്ന് പോലും നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. അയ്യോ, ഞാൻ ലോട്ടറി എടുത്തിട്ടേ ഇല്ലല്ലോ എന്ന് പോലും പറയാനായിട്ട് നമ്മുടെ നാവ് പൊന്തുന്നില്ല. കാരണം അത്രമാത്രം നമ്മൾ ഞെടുങ്ങിപ്പോയിട്ടുണ്ട്. അന്നേ ദിവസം എടുത്ത മുഴുവൻ ലോട്ടറികൾ നമുക്ക് അടിച്ചിരിക്കുക. അവിടെയാണ് പത്രോസിന് ഈ ഭാഗ്യം ഉണ്ടാകുന്നത്. വെറുതെ കയറി പറഞ്ഞതാവാം, നീ ജീവനുള്ള പുത്രനായ മിശിഹായാണ്, നീ ദൈവത്തിൻ്റെ ജീവനുള്ള പുത്രനാണ്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ് പത്രോസിൻ്റെ അസൽ മനുഷ്യനായ പത്രോസ് പറയുകയാണ്, നിനക്ക് കഷ്ടാനുഭവം ഒന്നും ഉണ്ടാകാൻ പാടില്ല, അതുണ്ടായാൽ ഞങ്ങളുടെ കാര്യം വളരെ പരാജയം. അവിടെയാണ് യേശു അത്രത്തോളം ഔന്നത്യത്തിലേക്ക് ഉയർത്തിയ പത്രോസിനെ വലിച്ചു താഴേക്കിട്ടിട്ട് പറയുകയാണ്, നീ സാത്താൻ്റെ വർത്തമാനം ഈ പറയുന്നത്, നീ ദൈവത്വം നിറഞ്ഞ വർത്തമാനം എന്തേ പറയാത്തത്?
ഏതൊരു മനുഷ്യ ജീവിതത്തിലും ഇത്രത്തോളം ഒരു ദുരന്തത്തിനും സാധ്യതയുണ്ട്. വലിയ സൗഭാഗ്യങ്ങളിലേക്ക് എത്തിയവർ അതിൽ നിലനിൽപ്പാനായിട്ട് എന്തുമാത്രം ശ്രമിക്കേണ്ടതാണ്, എത്ര ജാഗ്രതയോടുകൂടി നിലനിൽക്കേണ്ടതാണ്. തന്നെ ഈ സമൂഹത്തിൻ്റെ തന്നെ അധ്യക്ഷനാക്കി സ്വർഗനരകങ്ങളുടെ താക്കോലേൽപ്പിച്ച് സർവ്വപാപങ്ങൾ മോചിക്കാനുള്ള അധികാരമൊക്കെ ഏൽപ്പിച്ച ആ അവസ്ഥയിൽ കുറച്ചുകൂടി ജാഗ്രത കാട്ടണമായിരുന്നു. അപ്പോൾ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഗുരുവിൻ്റെ ശിഷ്യനായി മാറുക? അതൊരിക്കലും ആരാധന കൊണ്ടോ ഭക്തി കൊണ്ടോ മാത്രമല്ല, ഗുരുവിനെ പരിപൂർണമായി അറിയുന്നതിലൂടെ, അറിവ് നേടുന്നതിലൂടെ, ജ്ഞാനം സമ്പാദിക്കുന്നതിലൂടെ ഗുരുവിൻ്റെ മൂല്യങ്ങളെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുക. അങ്ങനെയാണ് ഗുരുവിൻ്റെ ശിഷ്യനായി മാറേണ്ടത്. ക്രിസ്തുവിൻ്റെ ശിഷ്യനാവാനായിട്ട് വിളിക്കപ്പെട്ട ഞാനും നിങ്ങളുമൊക്കെ ക്രിസ്തു നാമം പേറി ജീവിക്കുന്നു എന്നല്ലാതെ എന്തുമാത്രം ക്രിസ്തുവിനെ അറിയുന്നുണ്ട്, ആത്മാവിൽ അറിയുന്നുണ്ട്, ശരീരത്തിൽ അവനെ ഉൾക്കൊള്ളുന്നുണ്ട്, അവൻ്റെ മൂല്യങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അതിന് ഒരു അവസരം ഒരു പക്ഷേ ദൈവം കരുതി വെച്ചിട്ടുണ്ടാവും. നമ്മളൊക്കെ കടന്നു പോകുന്നതിന് മുമ്പ് ആ ഒരു അവസരവും കാലവും ഒക്കെ നന്നായിട്ടൊന്ന് പ്രയോജനപ്പെടുത്തണ്ടേ? എന്നെക്കുറിച്ച് എല്ലാവരും പറയുന്നത് ഞാൻ മനസ്സിലാക്കിയാലും അവനെക്കുറിച്ച് ഞാൻ എന്താണ് മനസ്സിലാക്കിയത്, അതിന് വലിയൊരു ഉത്തരം കൊടുക്കും. വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് ഉത്തരം കൊടുക്കാനായിട്ട് പറ്റണ്ടേ? ഇതേ പത്രോസിൽ ആ മാറ്റമൊക്കെ പിന്നീട് വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംഭവം, യേശുവിൻ്റെ അന്വേഷണവും ശിഷ്യന്മാരുടെ പ്രത്യുത്തരവും പത്രോസിൻ്റെ ആ ഒരു വലിയൊരു നിയമനവും, പത്രോസിന് കിട്ടിയ വലിയൊരു അംഗീകാര നിയമനവും, ഒടുവിൽ പത്രോസിന് കിട്ടിയ വലിയ ശാസനയുമൊക്കെ എത്ര വലിയ സ്ഥാനത്തെത്തിയാലും ജാഗ്രതയും ഒരുക്കവും കൈവിടരുതെന്ന് ഓർമ്മപ്പെടുത്തലുണ്ട്. ക്രിസ്തു ശിഷ്യനാവുക എന്നത് സദാ നേരവും ജാഗ്രതയിൽ അവിടുത്തോട് ചേർന്നിരിക്കുക എന്നത് തന്നെയാണ്. ആ ബന്ധം മുറിയാതെ അവിടുത്തോട് ചേർന്നിരിക്കുക എന്നത് തന്നെയാണ്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെയുമൊക്കെ സാധിക്കട്ടെ. സഭയുടെ ശുദ്ധീകരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും ശുദ്ധീകരണമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ശുദ്ധീകരണത്തിലൂടെ ക്രിസ്തുവിലേക്ക് കുറച്ചുകൂടി നമുക്ക് അടുത്തെത്താം. അതിന് പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആമേൻ.